കേരള ചരിത്രത്തിൽ ആത്മീയവും സാംസ്കാരികവും സാമൂഹികവുമായ രംഗങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പുണ്യശ്ലോകനായ മൈലപ്പറമ്പിൽ കുര്യാക്കോസച്ചന്റെ 100ാം ചരമവാർഷികം ആത്മീയമായ ചടങ്ങുകളോടെ അദ്ദേഹം 26 വർഷം ആത്മീയ പ്രകാശം ചൊരിഞ്ഞ കോതനല്ലൂർ കന്തീശങ്ങളുടെ പള്ളിയങ്കണത്തിൽ നടന്നു. അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള നമുക്കെല്ലാം ഏറ്റവും അതിലേതായ ഫാദർ മാത്യു ചന്ദ്രകുണ്ടരച്ച്, ഏറ്റവും സ്നേഹനായ സെബാസ്റ്റ്യൻ മുണ്ടുമൊഴിയരച്ച്, പ്രിയപ്പെട്ട അസെൻഡേജിന്റെ തലവിയിൽ അഭിവന്ദരായ മറ്റ് വൈദിക ശ്രേഷ്ഠരെ, ഡോക്ടർ ജോസ് മുരിക്കൻ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള അഭിവന്ദരായ മറ്റ് വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹനിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യോഗം തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുന്നു. കിടങ്ങൂർ സ്കൂളിൽ നമ്മുടെ കോട്ടയം ജില്ലയിലെ കുട്ടികളുടെ കോട്ടയം ജില്ലാ ശാസ്ത്ര പ്രവൃത്തി പരിധിയായ മേള രാവിലെ 9 മണിക്ക് തുടക്കം കുറിക്കുകയുണ്ടായി. അടുത്തൊരു ചെറിയ യോജനയുള്ളതായതുകൊണ്ട് മേള ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ഞാനാണ്. 9 മണിക്ക് കൃത്യമായി അവിടെ പങ്കെടുത്ത് 9:30 ഉദ്ഘാടനം ചോദിച്ച് അപ്പം തന്നെ പുറപ്പെടുകയും. യോഗം തുടങ്ങാൻ നേരത്ത് ഇവിടെ 2 ജനപ്രതികൾ മുൻനിരത്തിലുണ്ട്. സൂസൻ പ്രവാസിസ് ബ്ലോക്ക് മെമ്പറും ലീലാമസന്ദര്യാസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റും 2 പേരും വിളിക്കുകയുണ്ടായി. ഇവിടെ ചടങ്ങ് തുടങ്ങി, അച്ഛൻ സ്വാഗതം ആരംഭിച്ചു എന്ന് പറഞ്ഞ് വിളിച്ച് അപ്പോൾ തന്നെ വിളിച്ചു പോകുന്നത് വ്യാപാരി പ്രസിഡന്റ് ജോർജ് വിളിക്കുകയുണ്ടായി. കറ്റായിട്ട് വിളിച്ചു. ഉടനെ തന്നെ എത്തിച്ചേരുമെന്ന് അച്ഛന്മാരെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും നിങ്ങളോട് ഇത് പറയുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് അതിനെ സൂചിപ്പിച്ചത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ആദരണീയനായ KM മാണി സാറാണ്. തിരുവനന്തപുരത്ത് നിന്ന് പോരുമ്പോൾ സാറുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. രാവിലെ എന്തായാലും വരാം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ മാധ്യമങ്ങളിൽ ഇന്നത്തെ UDF യോഗത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതിൽ പങ്കെടുക്കാതെ വന്നാൽ ദുർവ്യാഖ്യാനം ഉണ്ടാകുമോ എന്നുള്ള പ്രശ്നങ്ങൾ കൂടി വന്നപ്പോൾ ഇന്ന് രാവിലെ നടക്കുന്ന UDF യോഗത്തിൽ മാണി സാർ പങ്കെടുക്കുന്നതിന് തീരുമാനിക്കുകയുണ്ടായി. അപ്പോൾ തന്നെ എന്നെ അദ്ദേഹം വിളിച്ചു. നമുക്ക് ഒരു ഭേദഗതി വേണ്ടി വന്നിട്ടുള്ള അച്ഛനെ അറിയിച്ചു. ഒഴുക്കിൽ അച്ഛനെ വിളിച്ചു പറഞ്ഞ ആകെ വിഷമായി പോയി. അപ്പോൾ അത് പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. തിരുവനന്തപുരത്ത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പോയേ തീരൂ. ഇത് കൊടുക്കാൻ കഴിഞ്ഞ പുണ്യശ്ലോകനായ മൈലപ്പറമ്പിൽ കുര്യാക്കോസച്ചനെ കുറിച്ച് സമൂഹത്തിൽ കൂടുതലായി ഞങ്ങൾക്ക് ഓർക്കുവാനും അവരുടെ ചിന്തകളിലൂടെ അവരുടെ ചിന്തകൾ ഉണർത്തുവാനും കൂടുതലായ അവസരം നമുക്ക് ഈ ചടങ്ങിലൂടെ ലഭിക്കുകയും അതിന് അവസരം ഉണ്ടാക്കിയത് മുഖ്യമായും സെബാസ്റ്റ്യൻ മുണ്ടുമൊഴിയരച്ചനാണ്. അച്ഛനെ പ്രത്യേകം ഞാൻ അനുമോദിക്കുന്നു. അതോടൊപ്പം അച്ഛൻ്റെ കൂടെ പ്രിയപ്പെട്ട നമ്മുടെ വികാരീസ് കണിയാമ്പടിക്കൽ അച്ഛനും അതിന് നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് വരികയുണ്ടായി. കോതനല്ലൂർ പള്ളിയുടെ കന്തീശങ്ങളുടെ ദേവാലയത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മൈലപ്പറമ്പിൽ കുര്യാക്കോസച്ചന്റെ ജീവചരിത്രവും അതോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഒരുപിടി ആളുകൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതും ഒക്കെ ഇന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ചടങ്ങ് തന്നെ അനുഗ്രഹീതമാണ് എന്ന് സംശയിക്കാം.
പ്രിയപ്പെട്ട വികാരിശ്രീയും മുണ്ടുപൊഴി കിരച്ചനെ ഞാൻ പ്രത്യേകമായി അനുമോദിക്കുന്നു. ഇവർ രണ്ടുപേരോടും എനിക്കുള്ള ബന്ധവും ഞാൻ ഓർക്കുകയാണ്. മുണ്ടുപൊഴി കിരച്ചൻ അൽഫോൻസാമ്മ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട കാലഘട്ടത്തിൽ ഭരണങ്ങാനം പള്ളിയുടെ വികാരിച്ച് നിന്നതിലേക്ക് നയിക്കുമ്പോൾ ദൈവാനുഗ്രഹത്താൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി കുറച്ചുകാലം പ്രവർത്തിക്കാൻ അവസരം കിട്ടിയതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആ സമയത്ത് ഇടപെട്ടതെന്ന് പ്രവർത്തിച്ച ഒരു സ്ഥലമാണ് ഭരണങ്ങാനം. അച്ഛനാണ് അതിന്റെ മുഖ്യ കാരണക്കാരൻ. അങ്ങനെ അവിടെ ഇടപെട്ടു. ഒരുപിടി കാര്യങ്ങൾ അവർ നമുക്ക് നടപ്പാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി. പ്രിയപ്പെട്ട കണിയാമ്പള്ളി വില്ലേജിനും അതുപോലെ തന്നെ ചെറുപ്പങ്കൽ പള്ളിയുടെ വികാരിച്ച് എന്ന നിലയിൽ എല്ലാവരും വിചാരിച്ച് അവിടെ പോകും എന്നുള്ളതുകൊണ്ട് അവിടെ പാലം പണിയിൽ നടക്കുന്ന കാര്യങ്ങളിലും വികസന കാര്യങ്ങളിലും ഒക്കെ അച്ഛൻ വഹിച്ച നേതൃത്വപരമായി പങ്ക്. ഇതൊക്കെ കോന്നല്ലൂരിലും അനുഗ്രഹമായി തീരുമെന്ന കാര്യത്തിൽ സംശയിക്കും. അങ്ങനെയുള്ള ഇവരുടെയൊക്കെ നേതൃത്വപരമായിട്ടുള്ള പങ്ക് ഇന്ന് ഈ ചടങ്ങിനെ ശ്രേഷ്ഠമാക്കി മാറ്റാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. നിരവധി വൈദിക ശ്രേഷ്ഠന്മാർ, സിസ്റ്റേഴ്സ്, സഹോദരന്മാർ ഇവിടെ പങ്കെടുക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്നതിലൂടെയാണ് നാം എല്ലാം അനുഗ്രഹീതരായി തീരുന്നത് എന്നൊരു സംശയമില്ല. ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു അന്വേഷണമായി ജീവിതത്തെ മാറ്റുന്നവരാണ് യഥാർത്ഥ വിശ്വാസത്തിന്റെ തീഷ്ണതയിലൂടെ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളത് ആകാശങ്ങളിൽ ഇരിക്കുന്ന ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യൻ. ഭൂമിയിൽ ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്നവനാണ് യഥാർത്ഥ ദൈവസ്നേഹി എന്ന് നാം വേദപുസ്തകത്തിൽ കാണുകയാണ്. നീ ദൈവത്തെ അന്വേഷിക്കുന്നു എന്ന് പറയുന്നു. ദൈവത്തെ എവിടെ നീ അന്വേഷിക്കുന്നു, ദൈവം എവിടെ കുടികൊള്ളുന്നു എന്ന് ദൈവം വ്യക്തമായി പറയുന്നുണ്ട്. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിലാണ് ദൈവം കുടികൊള്ളുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇത് തിരിച്ചറിയുമ്പോഴാണ്, അതനുസരിച്ച് ജീവിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥ ക്രൈസ്തവരായി, യഥാർത്ഥ ദൈവ മക്കളായി നാം തീരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പുണ്യശ്ലോകനായ മൈലപ്പറമ്പിൽ കുര്യാക്കോസ് അച്ഛൻ ദൈവസന്നിധിയിൽ ഏറ്റവും നീതീകരിക്കപ്പെടുന്നത് ദൈവസ്നേഹം മനുഷ്യരിൽ കണ്ടുമുട്ടിയതിലൂടെയാണ്. ജീവിതത്തെ വിശുദ്ധമാക്കി തീർക്കുന്ന, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധരായി സമൂഹം കണക്കാക്കുന്ന വ്യക്തിത്വങ്ങളിൽ ഒന്നായി മൈലപ്പറമ്പിൽ കുര്യാക്കോസ് അച്ഛനെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ ജീവചരിത്രവും പ്രവർത്തന മേഖലകളും വായിച്ച് മനസ്സിലാക്കുമ്പോൾ, ഈ ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് ഞാനത് വായിച്ച് കൂടുതലായി മനസ്സിലാക്കാൻ ഇടയായത്. അതേക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എത്രയോ വലിയ ആദരവാണ് തോന്നുന്നത്, എത്ര വലിയ പ്രവർത്തനങ്ങളാണ് ആ കാലഘട്ടത്തിൽ നടത്തിയത് എന്ന് നമുക്ക് ഓർക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടവും കാലഘട്ടങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്ര വലുതാണ് എന്നതിൽ യാതൊരു സംശയമില്ല. ഇന്നത്തെ സാധ്യതകളും ഇന്ന് നിലനിൽക്കുന്ന സാഹചര്യങ്ങളുമല്ല കാലങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളത് കണക്കാക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഈ ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും വേണ്ടി നടപ്പാക്കുവാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കോതനല്ലൂർ ഇടവകയിൽ തന്നെ എത്ര വലിയ പ്രവർത്തനങ്ങൾ നടത്തി. ഇവിടെയുള്ള നാനാജാതി മതസ്ഥരായ ആളുകൾ മുഴുവൻ ഇന്ന് ഖബറുകളിലേക്ക് കടന്നു വരാനും പ്രാർത്ഥിക്കാനും എന്തുകൊണ്ട് കടന്നു വരുന്നു? അവരെല്ലാം പ്രയത്നം എങ്ങനെ ഉണ്ടാകും? ഇതേക്കുറിച്ചെല്ലാം ചിന്തിക്കുമ്പോൾ തീർച്ചയായും യഥാർത്ഥ ദൈവ സ്നേഹം ഭൂമിയിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞ വ്യക്തിത്വമായിരുന്നു പുണ്യശ്ലോകനായ മൈലപ്പറമ്പിൽ കുര്യാക്കോസ് അച്ഛന്റേത് എന്ന് നമുക്ക് കാണാൻ. ഇത് ജീവിതത്തിലേക്ക് പകർത്തുക എന്നതാണ്, ജീവിതത്തിൽ മാതൃകയായി സ്വീകരിക്കുക എന്നതാണ് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭൂമിയിൽ മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ കൂടപ്പറപ്പുകളെ കണ്ണു തുറന്ന് കാണാനും അതിന്റെ ആവശ്യങ്ങളിൽ നമുക്ക് ഇടപെടാനും കഴിയുന്നില്ലെങ്കിൽ, നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന പ്രസക്തമായ വലിയ ചോദ്യത്തിന്റെ മുൻപിൽ നാം നിസ്സാരരായി തീരുകയാണ്. നാം എല്ലാം നിസ്സാരരായി തീരുകയാണ്. അങ്ങനെ നിസ്സാരരായി തീരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ വലിയവരാകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതും വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ്. ദൈവസന്നിധിയിൽ വലിയവരാകാൻ കഴിയുന്ന ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ പുണ്യശ്ലോകനായ മൈലപ്പറമ്പിൽ കുര്യാക്കോസ് അച്ഛൻ നമ്മുടെയൊക്കെ ജീവിതത്തിന് വഴികാട്ടിയായി നമുക്ക് കാണാൻ കഴിയും. ജീവിതത്തിന്റെ തെറ്റുകളും കുറ്റങ്ങളും ബലഹീനതകളും കുറവുകളും എല്ലാം മനുഷ്യ സഹജമാണ്. ഇതൊന്നുമില്ലാത്ത മനുഷ്യരില്ല. ദൈവം പൂർണ്ണത എവിടെയാണ്? പൂർണ്ണത ദൈവത്തിൽ മാത്രമാണ്. പൂർണ്ണനാകാൻ വേണ്ടിയുള്ള ശ്രമമാണ് മനുഷ്യൻ നടത്തേണ്ടത്. ആ പൂർണ്ണതയിലേക്ക് വേണ്ടി നമ്മുടെ ബലഹീനതകളെയും നമ്മുടെ കുറവുകളെയും എല്ലാം മാറ്റി നിർത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടിയാണ്, ദൈവത്തിന്റെ സഹായത്തിന് വേണ്ടിയാണ്, ദൈവകൃപയ്ക്ക് വേണ്ടിയാണ് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിന് പുണ്യശ്ലോകനായ മൈലപ്പറമ്പിൽ കുര്യാക്കോസ് അച്ഛന്റെ മധ്യസ്ഥം നമുക്കുണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായ ദിവസം അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള ഒരു ആചരണമല്ല, ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന, തലമുറകൾക്ക് എന്നും ഓർക്കാൻ കഴിയുന്ന, തലമുറകളെ എന്നും ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുന്ന വലിയ ഒരു പ്രക്രിയ ഇവിടെ നടക്കുകയാണ്. അത് തുടരുവാൻ നമുക്ക് കഴിയണം. ജീവിതം ഒരു യാത്രയാണ്. ജീവിതാനന്തര കാലഘട്ടവും നമ്മുടെ യാത്ര തുടരുകയാണ്. വിശ്വാസത്തിന്റെ തലത്തിൽ
നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ, ജീവിതകാലത്തിന് ശേഷം സമൂഹം എന്നും വിലപ്പെട്ടതായി കാണുന്ന നന്മകൾ, അത് ഒരു പിടി നല്ല കാര്യങ്ങൾ എന്നും ഓർക്കാൻ കഴിയുന്ന വിധത്തിൽ സംഭാവന ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിന് കരുത്തു പകരുന്ന അനുഗ്രഹിക്കുന്ന നിമിഷമായി ഈ ചടങ്ങ് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചു. ദൈവത്തിന് മുമ്പിൽ ഏറ്റവും വിലപ്പെട്ട നീതിമാന്റെ മരണം ആയിരുന്നു എന്ന് നാം എല്ലാവരും ഇന്ന് മനസ്സിലാക്കുകയാണ്. ഏതാണ്ട് 58 വർഷക്കാലം അച്ഛൻ ജീവിച്ചിരുന്നതും അത് 4 നൂറ്റാണ്ടിലേറെ കാലം അച്ഛൻ ഈ ഇടവകയിൽ തന്നെ സേവനം ചെയ്തു എന്നത് വലിയ ഒരു കാര്യമാണ്. അത് എങ്ങനെയോ ദൈവപരിപാലനയാൽ ഈ നാടിന്റെ നന്മയ്ക്കായി ദൈവം അത് ഇടയാക്കിയെന്നേ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അച്ഛൻ ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മീയ പ്രകാശമായിരുന്നു. പാലാ രൂപതയ്ക്കും കേരള സഭയ്ക്കും അദ്ദേഹം വലിയ സുഹൃത പരിമളം വരുത്തിയ ഒരാളാണ്. അദ്ദേഹത്തിന്റെ പൗരോഹിത്യ ജീവിതത്തിൽ 32 വർഷക്കാലം ഉണ്ടായിരുന്ന 26 വർഷവും കോതനെല്ലൂർ ഇടവകയിൽ സേവനം ചെയ്തുകൊണ്ട് ആധ്യാത്മികവും സാംസ്കാരികവും സാമൂഹികവുമായ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹത്തെ നമുക്ക് നന്ദിപൂർവ്വമേ സ്മരിക്കുവാൻ കഴിയുകയുള്ളൂ. അദ്ദേഹം ആലംബഹീനരോടും ദരിദ്രരോടും ദളിതരോടും ഒക്കെ കാണിച്ചിട്ടുള്ള അനുകമ്പയും ഉദാര മനസ്കതയും ഏറെ ശ്ലാഘനീയമാണ്. അറിഞ്ഞിട്ടുള്ളവരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. 1895 അതായത് 115 വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ പണി കഴിപ്പിച്ച ദേവാലയമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുക. 115 വർഷങ്ങൾക്ക് മുമ്പ് പണത്തിന് വളരെ ദാരിദ്ര്യമുണ്ടായിരുന്ന കാലത്ത് ഇടവക ജനങ്ങളുടെ ഏക വരുമാനം എന്ന് പറയാവുന്നത് നെല്ല് മാത്രമായിരുന്ന കാലത്ത് അച്ഛൻ വീടുകൾ കയറിയിറങ്ങി നെല്ല് പിരിച്ച് അത് വിറ്റ് കാശുണ്ടാക്കി ഈ പള്ളി പണിതു എന്ന് പറഞ്ഞാൽ അച്ഛന്റെ ത്യാഗവും മഹാമനസ്കതയും ഈ നാടിനുള്ള പ്രതിബദ്ധതയെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അച്ഛന്റെ സ്നേഹ സേവനത്തിന് മുമ്പിൽ നാം നമ്മുടെ ശിരസ് നമിക്കേണ്ടതാണ്. അച്ഛനോട് നാം വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. ഈ ദേവാലയം പണിതതിന്റെ പേരിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളെല്ലാം ഒന്നിച്ച് കൂടി പ്രാർത്ഥിച്ച് ബലിയർപ്പിച്ച് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ ഇത്ര ബൃഹത്തായ ഒരു പള്ളി അക്കാലത്ത് പണിയുവാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ സേവന തൽപരത ഒന്നുകൊണ്ട് മാത്രം. ഏറെ കഷ്ടപ്പെട്ട് ഏറെ ത്യാഗം സഹിച്ച് അദ്ദേഹം പടുത്തുയർത്ത ദേവാലയം 115 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും നമ്മുടെ ആവശ്യത്തിന് ഉപകരിക്കുന്ന രീതിയിൽ വലിച്ചു ആലപ്പുഴയിൽ 169 പള്ളികളാണ്. ഈ പള്ളികളിൽ 1000 വർഷം പഴക്കമുള്ള പള്ളികൾ വളരെ കുറവാണ്. 7 പള്ളികളാണ്. ഇതിലേറ്റവും പഴക്കമുള്ളത് നമുക്ക് അറിവുള്ളതുപോലെ പുറവലങ്ങാട് പള്ളിയാണ്. AD 105
ഈ പള്ളി ആരംഭിച്ചത്.